TK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നത്തെ മോഹൻ ബഗാനെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് നടന്ന പത്രസമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലുമായിരുന്നു. ഏതായാലും ഈ ഒരു പത്രസമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ മറ്റു ലീഗുകളെ പോലെ താരതമ്യം ചെയ്യരുത് എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ കയ്യിൽ അത്രയൊന്നും ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു റിപ്പോർട്ടും മാർക്കസ് മൊർഗലോ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള മത്സരം. അതും ഈ ഒരു മത്സരം കൊച്ചിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന ഈ ഒരു മത്സരം വളരെ ആശങ്കയിലാണ് ആരാധകരെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിനെ മറ്റു ക്ലബ്ബുകളുമായി താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ആശാന്റെ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മുൻനിര ക്ലബ്ബുകളുടെ ബഡ്ജറ്റ് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഇല്ല. കൂടാതെ അവരുമായി സാമ്പത്തികമായി കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ താരതമ്യം ചെയ്യാനും ആവുകയില്ല. കൂടാതെ ചില ക്ലബ്ബുകളൊക്കെ വലിയ ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്നും അതിന്റെ നേട്ടം അവർക്ക് ഉണ്ടെന്നും ഇവാൻ ആശാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ താൻ തന്റെ ക്ലബ്ബ് ഉടമകളെ ബഹുമാനിക്കുന്നു എന്നും ഈ ഒരു ക്ലബിന്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം മാറ്റമാണെന്നും ഇവാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ടോപ്പ് ക്ലബ്ബുകളെ എല്ലാം തോൽപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ഇതിനകം ഞങ്ങൾ തോൽപ്പിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾക്ക് സാലറി തന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്പിനെ ഞങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ട്. ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ ലീഗും ഈ സാലറി ക്യാപ്പും ബഡ്ജറ്റും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയാൽ മാത്രമേ ഈ ഒരു ലീഗ് മെച്ചപ്പെടാൻ ആവുകയുള്ളൂ എന്നും ഇവാൻ ആശാൻ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ബഡ്ജറ്റിനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ മറ്റു ടീമുകളുമായി താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവാൻ ആശാന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ വലിയ വലിയ ക്ലബ്ബുകളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല എന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അത്ര വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഒന്നും നിലവിലില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്നത്, നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FCയോട് പ്ലേ ഓഫിൽ മത്സരിച്ചപ്പോൾ സുനിൽ ഛേത്രിയുടെ ഒരു ക്വിക്ക് ഫ്രീ കിക്കിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കളം വിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനെ തുടർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിന് മേൽ വലിയൊരു പിഴ തന്നെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പിഴക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ നൽകിയിട്ടുണ്ടായിരുന്നു CASന്. പക്ഷേ ആ ഒരു അപ്പീലിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊർഗലോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC CASന് നൽകിയ അപ്പീൽ തള്ളിയിട്ടുണ്ട് എന്നാണ്. ഏതായാലും മാർക്കസിന്റെ ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്പീൽ കോർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോർ സ്പോർട്സ് തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലബിനെതിരെ പ്രഖ്യാപിച്ച ശിക്ഷ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ക്ലബ്ബ് CASനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു അപ്പീൽ നിലവിൽ ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പു തന്നെയാണ്. ഏതായാലും നിലവിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഫൈനും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നിയമ നടപടികൾക്കായി ചിലവഴിക്കേണ്ടി വന്ന പണവും നൽകേണ്ടി വരും. 4 കോടി രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴയായി നൽകാനുള്ളത്. ഏതായാലും ഇത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.